അവിടെ ചെയ്തു. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ശനിയാഴ്ച വൈകുന്നേരത്തെ ഒരു വീഡിയോ കേട്ടോ. അപ്പോൾ കുറച്ച് വെളുത്തുള്ളിയും മോരും മേടിക്കണം. അപ്പോൾ അതിന് വേണ്ടി കടയിലേക്ക് പോകട്ടെ. നമ്മുടെ തൊട്ടടുത്തുള്ള കടയാട്ടോ. അപ്പോൾ കടയിൽ പോയി അതൊക്കെ മേടിച്ചു. ഇവന്മാരും ഞാൻ പോണേ മുന്നേ എൻ്റെ മുന്നിൽ ചാടും കേട്ടോ. അവിടെ പോയിട്ട് ഓരോ മിഠായിയൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അവിടെ പോയപ്പോൾ ബ്രൗണി കേക്ക് എന്ന് പറഞ്ഞൊരു നല്ല സാധനം കേട്ടോ. അപ്പോൾ അത് മേടിച്ചു. അത് കെട്ടിയപടി ഓടുകയാണ് രണ്ടുപേരും എന്നെ വിട്ടിട്ട്. പിന്നെ എൻ്റെ ആവശ്യമൊന്നുമില്ല. വീട്ടിൽ കയറി പോകാനുള്ള ക്ഷമ പോലും ഇല്ല. അത് താഴെ ഇരുന്ന് തന്നെ കഴിച്ചു കേട്ടോ അവർ. പിന്നെ എനിക്ക് മോട്ടർ അടിക്കണമായിരുന്നു. നമ്മൾ താഴെ മോട്ടർ അടിക്കണത്. അത് നിറഞ്ഞിട്ട് വേണം മുകളിലോട്ട് കയറാൻ. അല്ലെങ്കിൽ പിന്നെ നിറഞ്ഞു പോവുക അറിയില്ല. വീണ്ടും ഇറങ്ങി വരണം. ഒരു പണി തന്നെ മുകളിലോട്ട് കയറുക ഇറങ്ങുക. അയ്യോ മടുക്കും ചില സമയത്ത്. അപ്പോൾ വെളുത്തുള്ളിയൊക്കെ മേടിച്ചുകൊണ്ട് വന്നു. പിന്നെ അത് നന്നാക്കാമെന്ന് വിചാരിച്ചു. ബീഫ് ഞാൻ രാവിലെ കഴുകി മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഗരം മസാലയും ബീഫ് മസാലയൊക്കെ കൂടി പുരട്ടി ഫ്രിഡ്ജിൽ വെച്ചേക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ കടയിൽ പോണേ മുന്നേ പുറത്തെടുത്ത് വെച്ചായിരുന്നു. എന്നിട്ട് വന്ന് ചുവന്നുള്ളിയും വെളുത്തുള്ളിയൊക്കെ പൊളിച്ചു കേട്ടോ. ഇതൊക്കെ പൊളിച്ച് വെച്ച് ബീഫിലേക്ക് ചേർത്ത് തിരുമ്മി വയ്ക്കാമല്ലോ. അതിന് വേണ്ടിയിട്ട് എല്ലാം സെറ്റാക്കിയിട്ട് അതിൻ്റെ ഇടയ്ക്ക് ജയിടുമ്പോൾ ഭയങ്കര പരാതി പറയുന്നുണ്ട്. എന്താണെന്ന് കേട്ടോ കേട്ടോ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോന്ന് പറയും. ഇനി വല്ലതും പറയണ്ടോ? എന്നിട്ട് പറയാമല്ലോ. ജേഡുമോൻ്റെ പരാതിയൊന്നും കേട്ടാൽ ഇവിടെ നിൽക്കില്ല കേട്ടോ. തീരുമില്ല. ജേഡുമോൻ്റെ സൈക്കിള് പൊട്ടോ എന്തോ ചെയ്തോ എൻ്റെ ചക്രം പോയി എന്നൊക്കെയാണ് എന്നോട് പറയണത് അവൻ്റെ ഭാഷയിൽ. അപ്പം നമ്മൾ ബീഫിനുള്ള ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചി പച്ചമുളക് പിന്നെ ഇവിടെ കായിട്ടാട്ടോ ബീഫ് വയ്ക്കാറ്. എൻ്റെ വീട്ടിലൊന്നും കായിട്ടല്ല വയ്ക്കുക. പക്ഷേ ഇങ്ങോട്ട് വന്നേ പിന്നെ ഇച്ചായൻ്റെ അവിടെ കായിട്ടാ ബീഫ് വയ്ക്കുള്ളൂ. അപ്പോൾ ഞാനതങ്ങനെ തന്നെ ഫോളോ ചെയ്തോളൂ. ഇച്ചായൻ അതാ ഇഷ്ടമുള്ളൂ. അപ്പോൾ നമ്മൾ പരട്ടി വെച്ച ബീഫ് കുക്കറിലേക്ക് ഇട്ട് ഇനി അരിഞ്ഞ സാധനങ്ങളൊക്കെ കൂടിയിട്ട് നല്ലോണം മിക്സ് ചെയ്യും. ഞാൻ കറിവേപ്പില താഴേന്ന് എടുത്തു കേട്ടോ. അവിടെ കറിവേപ്പില ഉണ്ടായിരുന്നു, ഇപ്പോൾ തീർന്നു എന്തോ. അപ്പോൾ പിന്നെ ഉള്ളതിൽ നിന്നൊരു ചെറിയ കതിരൊടിച്ചുകൊണ്ട് പോന്നു. എന്നിട്ട് അത് കറിവേപ്പില ഇട്ടുണ്ടായിരുന്നില്ല ബീഫ് തിരുമ്മി വെച്ചപ്പോഴേ. അപ്പോൾ ഞാൻ കറിവേപ്പിലൊക്കെ ഇട്ട് നല്ലോണം ഒന്ന് ഞെക്കി തിരുമ്മി വെച്ചു കേട്ടോ. കുറച്ച് നേരം അവിടെ ഇരിക്കട്ടെ. ഇനി അതിൻ്റെ സത്തൊക്കെ ഒന്ന് കായലേക്കും എല്ലാത്തിലേക്കും ഒന്ന് പിടിക്കട്ടെ. അപ്പോൾ ചോറ് തിളപ്പിക്കാൻ വെച്ച് അതൊന്ന് ഊറ്റിയിട്ടു. എനിക്കിത് കഴിഞ്ഞിട്ട് വേണം ജ്യൂസ് മോനെയും കൊണ്ട് ഹോമിയോ കാണിക്കാൻ പോകണം കേട്ടോ. അപ്പോൾ അതിന് ചായം വരണേ മുന്നേ ഒരു മോര് കാച്ചുകയും ചെയ്യണം. ബീഫ് വേവിച്ച് വെച്ചിട്ട് പോകും. വെക്കാനുള്ള സമയമില്ല, വന്നിട്ട് വെക്കുള്ളൂ. അപ്പോൾ ബീഫ് അടുപ്പയിൽ കയറ്റി അതുപോലെ തന്നെ നമ്മുടെ മോര് കാച്ചാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ സെറ്റാക്കി അരിഞ്ഞ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് വേഗം മോര് കാച്ചണ പരിപാടി ചെയ്തു. അതും കാച്ചി വെച്ചു കേട്ടോ. ബീഫ് അപ്പോഴേക്കും അവിടെ നിന്ന് വിസിലടിച്ച് വെന്ത് സെറ്റായിട്ടോ. അപ്പോഴേക്കും നമ്മൾ മോര് കാച്ചി ഇതൊക്കെ ശരിയാക്കി. ഈ മോര് കാച്ചിയതും ബീഫ് കറിയും നല്ല കോമ്പിനേഷൻ കേട്ടോ. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയോളൂ. നല്ല ടേസ്റ്റ്. നമ്മൾ ചോറിനുമ്പോൾ നമ്മൾ ഈ വല്ല സദ്യക്ക് എന്തിനെങ്കിലുമൊക്കെ പോകുമ്പോൾ വിശേഷ ദിവസങ്ങൾക്കൊക്കെ പോകുമ്പോൾ അവിടെ ഇങ്ങനെ മോര് കാച്ചിയതും ബീഫ് എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് വന്ന് ഞാൻ ബീഫ് കറി വെച്ചു. മസാലയൊക്കെ ചൂടാക്കി ബീഫ് ചൂടായി വന്ന മസാലയിലേക്ക് ബീഫ് ഇട്ടു. പിന്നെ കുറച്ച് വെള്ളം ചൂടുവെള്ളം ആ കുക്കറിലൊന്ന് ചുറ്റിച്ചിട്ട്, അതായത് അതിൻ്റെ സത്തൊക്കെ ഇതിനകത്ത് ഇരിക്കണ്ടായിരുന്നേ. അപ്പോൾ അതൊക്കെ ഒന്ന് ചുറ്റിച്ച് ഈ ബീഫിലേക്ക് ഒഴിച്ചു കേട്ടോ. എന്നിട്ട് നല്ലോണം തിളയ്ക്കാൻ വേണ്ടിയിട്ട് വെച്ചു. ഇവിടെ ഒരു ഇത്തിരി ചാറോട് കൂടി വേണം. അപ്പോൾ അത് ഒന്ന് തിളച്ച് സെറ്റായി വരാൻ വേണ്ടിയിട്ട് നല്ലോണം ഇളക്കി സെറ്റാക്കി അടുപ്പത്ത് വെച്ചു കേട്ടോ. അപ്പോഴേക്കും ബീഫ് അവിടെ കിടന്ന് തിളയ്ക്കുന്നുണ്ട്. നേരം പോയിട്ടോ. ഹോസ്പിറ്റലിൽ പോയി വന്നപ്പോൾ ഒരുപാട് നേരം വൈകി. വിശന്നിട്ടാണെങ്കിൽ വയ്യ. എല്ലാവരും വിശക്കണു എന്ന് പറഞ്ഞിട്ട് ഭയങ്കര വാശി. ജ്യൂസ് മോനാണേലും ഇച്ചായനാണേലും. അപ്പോൾ പിന്നെ ചായൻ്റെ കുളിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും വന്നു കേട്ടോ. ബീഫ് ദേ നല്ലോണം കുറുകി. ഇനിയിപ്പോൾ അടുത്ത പരിപാടി എന്ന് വെച്ചാൽ ഫുഡ് അടിക്കാൻ പോവാം. അപ്പോൾ അവർക്കുള്ള ഫുഡൊക്കെ ഞാൻ വിളമ്പി മേശപ്പുറത്ത് കൊണ്ടുവച്ചു. ഇനിയിപ്പോൾ ഈ എടുക്കണത് എനിക്കുള്ളതാട്ടോ. എനിക്ക് കുറച്ച് ചോറും കുറച്ച് മോര് കാച്ചിയതും കുറച്ച് ബീഫും. ഓ എന്ത് രസമാണെന്നറിയാം. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണുണ്ട്. നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. അപ്പോൾ
ഇതൊക്കെയായിരുന്നു നമ്മുടെ ഒരു ശനിയാഴ്ച വൈകുന്നേരത്തെ വിശേഷം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് കാണാം. ബൈ, സി യു.